ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു SSLC ജേർണി വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ 2026 SSLC സ്റ്റുഡൻ്റാണ്, എക്സാം എഴുതിയ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ഉപയോഗിച്ച സ്റ്റഡി ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വെറും ഒരു വീഡിയോ അല്ല, വെറും എനിക്ക് ഫുൾ A+ കിട്ടിയതും അല്ല, അവസാനത്തെ 2 മാസത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ടാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. ആസ് ആൻ ആവറേജ് സ്റ്റുഡൻ്റായ എനിക്ക് ഫുൾ A+ കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ച ടിപ്സൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാനൊക്കെ നല്ല ആവേശം ഉണ്ടാവും. അപ്പോൾ ആ ആവേശം കളയാതെ തന്നെ നിങ്ങൾ ഫൈനൽ എക്സാം വരെ പഠിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഠനത്തിൽ നമുക്ക് തന്നെ ഇച്ചിരി അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതൊന്നാണ് ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കാനിരിക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപ് നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിക്കണം, എത്ര സമയം കൊണ്ട് പഠിക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം, ചാപ്റ്റർ ഏത് പഠിക്കണം, ടോപ്പിക്ക് ഏത് പഠിക്കണം, അതൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ അത് എഴുതി വെക്കണോണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പഠിച്ച് തീരുമ്പോൾ നമുക്കൊരു ഗോളായി സെറ്റ് ചെയ്യാം. അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉന്മേഷമൊക്കെ വരും. ബട്ട് ഞാനിതൊക്കെ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടാണ്. അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഞാൻ എൻ്റെ വീക്ക് പോയിൻ്റ് മനസ്സിലാക്കുന്നതും ഞാൻ ചില ടിപ്സൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നതും. അതായത് ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്കായിട്ടാണ് നമ്മളെപ്പോഴും പഠിക്കേണ്ടത്. ലിസ്റ്റിൻ്റെ പോലത്തെ മറ്റൊരു ടിപ്പാണ് 1% ബെറ്റർ അനദർ ഡേ. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട് ഒരാഴ്ചയൊക്കെ ആവുന്നുള്ളല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയിൽ അത്രക്കൊന്നും പഠിക്കാനുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് രാത്രി നിങ്ങളൊരു 20 മിനിറ്റാണ് പഠിച്ചതെന്ന് വെച്ചോ. അപ്പോൾ നാളെ നിങ്ങൾ 20 മിനിറ്റിനോട് ഒരു 5 മിനിറ്റും കൂടി കൂട്ടി പഠിക്കുക. അപ്പോൾ അടുത്ത ദിവസം 25 മിനിറ്റ് പഠിക്കുക. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം 30 മിനിറ്റ്, പിന്നെ 35 മിനിറ്റ്. അങ്ങനെ നിങ്ങൾ ഓരോ 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നിങ്ങൾ കൂട്ടി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാമൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറേ ഹവർ ഇരുന്ന് പഠിക്കാനുണ്ടാവും, നൈറ്റൊക്കെ കുറേ ഇരുന്ന് പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് നല്ല പ്രയോജനപ്പെടും, നിങ്ങൾക്ക് മടുക്കൂല പഠിച്ചിട്ട്. മൂന്നാമത്തെ കാര്യമാണ് ഈ ട്യൂഷൻ എന്ന് പറയുന്നത്. SSLC ഒക്കെ ആകുമ്പോൾ ട്യൂഷന് പോകാത്ത കുട്ടികൾ ചുരുക്കമാവും മിക്കമാറും. ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ എല്ലാ കുട്ടികളും പൊതുവേ ട്യൂഷന് പോകും. അപ്പോൾ ഞാൻ ക്രിസ്മസ് എക്സാം വരെ ഞാൻ ഓഫ്ലൈൻ ട്യൂഷനാണ് പോയിരുന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ ട്യൂഷനായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് കണ്ടതോടുകൂടി എനിക്ക് ഉറപ്പായി ഇങ്ങനെ മാർക്ക് കിട്ടുകയാണെങ്കിൽ ഫൈനൽ എക്സാം എന്താവും എന്നുള്ളത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്സ് ഈ വിഷയങ്ങളിലൊന്നും എനിക്ക് A+ കിട്ടിയില്ല. കെമിസ്ട്രി ഒക്കെ C ഒക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത്, അത്ര മാർക്കുള്ള ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെ ഫൈനൽ എക്സാമിന് A+ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനുവരിയിലും ഫെബ്രുവരിയിലും സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തിരുന്നത്. അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ വേഗം വന്ന് സ്കൂളൊക്കെ വിട്ട് വന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കംഫർട്ട് സോണിലിരുന്നിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് നല്ല റിലാക്സ് ആയിരുന്നു പഠിക്കാം. മറ്റേത് ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് സ്കൂൾ വിട്ട് നേരെ ട്യൂഷന് പോയി, ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ രാവിലെ ട്യൂഷന് പോയി സ്കൂളിൽ പോയി. എനിക്കത് നല്ല ബുദ്ധിമുട്ടുമായിരുന്നു, നല്ല സ്ട്രെസ്സും ആയിരുന്നു. കെമിസ്ട്രി ഒക്കെ എനിക്ക് നല്ല സിമ്പിളായി, കാരണം എനിക്ക് ടഫായി തോന്നിയതായിരുന്നു. എനിക്ക് ക്രിസ്മസ് എക്സാമിനൊക്കെ 40ൽ 21 മാർക്കാണ് കിട്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ എക്സാമിന് 40ൽ 35 മേലേക്ക് വേണം A+ കിട്ടാൻ. അപ്പോൾ അത് ഞാൻ നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ അതെന്തായാലും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പ്രയോജനമാണ്. എല്ലാവർക്കും ഒരുപോലെ ഒന്നും ആവില്ല, ചിലർക്ക് ഓഫ്ലൈൻ ആവും ബെറ്റർ, ചിലർക്ക് ഓൺലൈൻ ആവും ബെറ്റർ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നല്ല റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതാവും നല്ലത്.
അടുത്തൊരു കാര്യമാണ് ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. SSLCയിൽ ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ എ പ്ലസ് എന്നല്ല, നല്ല ഗ്രേഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കണതാണ് ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. ഗ്രേസ് മാർക്കിന് നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ സ്കൂളിലെ ഗ്രേസ് മാർക്ക്, ഇപ്പോൾ എക്സാമ്പിൾ SPC, ലിറ്റിൽ കൈറ്റ്സ്, JRC അതുപോലുള്ള എല്ലാത്തിലും മാക്സിമം നിങ്ങൾ ചേരാൻ നോക്കുക. അത് നിങ്ങൾക്ക് SSLCയിൽ നല്ല ഗ്രേഡിന് ലഭിക്കാൻ സഹായിക്കും. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇരുന്ന് പഠിക്കണതാണോ നല്ലത്, രാത്രി ഇരുന്ന് പഠിക്കണതാണോ നല്ലത് എന്നാണ്. ചിലർക്ക് രാവിലെ ഇരുന്ന് പഠിക്കലാവും കൂടുതൽ നന്നാവുക, ചിലർക്ക് രാത്രി ആവും കൂടുതൽ മനസ്സിലാവുക. ഇപ്പോൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ തൊട്ട് മുൻപൊക്കെ, പിന്നെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ പ്രീ മോഡൽ എക്സാം, മോഡൽ എക്സാം, പിന്നെ ഫൈനൽ എക്സാം. അപ്പോൾ ഈ സമയമൊന്നും നടക്കില്ല. അപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങാതെ ഇന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ എന്തായി, ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ മുമ്പ് വരെ നമുക്ക് രാവിലെ ഒരു 2 മണിക്കൂറും രാത്രി ഒരു 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാം. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4:45 എണീച്ച് 5 മണിയാകുമ്പോഴത്തേക്കും പഠിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ സ്കൂൾ സമയം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ, മാക്സിമം ഒരു 7 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണി മുതൽ ഒരു 10:30 വരെയൊക്കെ ഇരുന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർക്ക് രാത്രി, അതായത് സ്കൂളും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും പഠിക്കാൻ നമുക്കൊരു ആകെ ടയേർഡാവും, പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർ സ്കൂളൊക്കെ വിട്ടൊന്ന് ഫ്രഷപ്പ് ആയാൽ ഒരു 1, 1.5, മാക്സിമം പോയ 2 മണിക്കൂർ വരെ ഒന്ന് ഉറങ്ങിയ, അതായത് ഇതിന് പറയുന്നത് പവർ നാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഉറക്കമോ ക്ഷീണമൊന്നും വരില്ല. അങ്ങനെയുള്ളവർ സ്കൂൾ വിട്ട് വന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിയിട്ട് ഇരുന്ന് പഠിക്കുന്നതാവും നല്ലത്. വല്ലാണ്ട് ടയേർഡ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജ്യൂസൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നത് നല്ലതാവും. മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളെ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുകയും നമ്മുടെ ബ്രെയിനിനെ കുറച്ച് അട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്നെ ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. ഇതിൽ 100%-ൽ 20 to 25% വരെയാണ് നമ്മുടെ ഈ ടിപ്സൊക്കെ പ്രയോജനപ്പെടുള്ളൂ ഫുൾ എ പ്ലസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. ബാക്കിയുള്ളൊരു 80% അല്ലെങ്കിൽ 75% നമ്മളെ പഠിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുക. ഇതിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മുതലേ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കും ലാസ്റ്റ് 2 months ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടിക്കും ഉറപ്പായിട്ടും ഫുൾ എ പ്ലസ് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനിയും എനിക്ക് എ പ്ലസ് കിട്ടില്ല എന്നോർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് +1 അപ്ഡേഷനായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒപ്പം എല്ലാവർക്കും പഠിച്ച് മുന്നോട്ട് പോവാം. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.